അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേനം മദ്രസ 5ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ 6ാമത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അൽ ഇഖ്വത്തു സലാസ, അതിലെ 7ാമത്തെ വർക്ക് ഇൽബിത്ത് ബിൽ അഷ്കാൽ എന്നാണ്. ഹർക്കത്ത് ഇട്ട് കൊടുക്കുക, ഫത്തഹും കസറും ലൊമ്മൊക്കെ ഇട്ട് കൊടുത്ത് എഴുതാനാണ്. അത് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പാഠപുസ്തകത്തിൽ വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു ജുംല തന്നെയാണ് ഇവിടെ ചെയ്യാനായിട്ട് വർക്ക് നൽകിയിട്ടുള്ളത്. 8ാമത്തെ വർക്ക് റത്തിബ് അൽ കലിമാത്ത് സ്വഹീഹ. താഴെ തന്നിരിക്കുന്ന കലിമത്തുകളൊക്കെ ശരിയായ രൂപത്തിൽ ഓർഡറായിട്ട് എഴുതാനാണ്. 1. നദുഉ ലാ അഹദൻ അല്ലാ ഇല്ല. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഡിസോർഡറായിട്ടാണ് കിടക്കുന്നത്. അത് ഓർഡറാക്കി എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗമുണ്ട്. 2. അൽ ഗോറു നബീത്തു ദാലിക ഫി. പാഠപുസ്തകത്തിലുണ്ടെങ്കിലും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഡിസോർഡറായിട്ട് കൊടുക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഫിഇലാണ്. അപ്പോൾ ഇതിൽ ഫിഇലായിട്ട് വന്നിട്ടുള്ളത് നബീത്തു എന്നാണ്. ഞങ്ങൾ രാപ്പാർക്കുന്നു എന്നാണ്. എന്നിട്ട് ബാക്കി എഴുതിയാൽ മതി. ഫി ദാലിക്കൽ ഗോരി, ആ രൂപത്തിലാണ് എഴുതേണ്ടത്. 3ാമത്തത് അബ്നാ ഫിൽ ബൈത്തി സബഅത്തു എന്നാണ്. അപ്പോൾ ഇതിൽ ഫെയിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫിൽ ബൈത്തി, വീട്ടിലുണ്ട്, സബഅത്തു അബ്നായിൻ എന്നാണ് എഴുതേണ്ടത്. അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു ശരിയായ അർത്ഥം വരുന്ന രൂപത്തിലാണ് കലിമത്ത് ഓർഡറാക്കേണ്ടത്. 4ാമത്തത് അൽ ഗോറു അസ്സുഹറത്തു അൻ ഇൻഫജറത്ത് ബാബ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 9ാമത്തെ വർക്ക് നുമയ്യിസു മാല യുനാസിബ്. യോജിക്കാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 1. ഉസ്താദ്, വാലിദ്, വാലിദത്ത്, ഷജർ. നമുക്ക് അർത്ഥം നോക്കിയാൽ അറിയാം. 1 ഉസ്താദാണ്, 2 വാലിദ് ഉപ്പ, വാലിദത്ത് ഉമ്മ, ഷജർ മരം. ഷജർ എന്നാണ് ഉത്തരം. 2 അയ്യാമ്, ഷുഹൂർ, വലത്, അൽവാൻ. ഇതിൽ 3 ജമ്മാണ്, 1 മുഫ്രദാണ്. അപ്പോൾ വലത് മുഫ്രദ്, ബാക്കി 3 ജമ്മാണ്. അപ്പോൾ വലതാണ് ഇതിൽ ശരിയായ ഉത്തരം. 3 അർബഅ്, ഖംസ്, അർബഅത്ത്, സിത്ത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ 3 മുദക്കറും 1 മുഅന്നസാണ്. അപ്പോൾ മുഅന്നസാണ് എന്ന് മനസ്സിലായത് അർബഅത്ത് എന്നുള്ളതാണ്. അവസാനം താണ്ട്. അപ്പോൾ അതാണ് അതിൽ കൂട്ടത്തിൽ പെടാത്തത്. 4 കബീർ, കതബ, അളീം, ജലീൽ. ഇതിൽ 3 ഇസ്മും 1 ഫിഇലാണ്. കബീർ എന്ന് പറഞ്ഞാൽ വലുത്, കതബ എഴുതി, അളീം മഹാനായ, ജലീൽ അതും മഹാനായ, വലിയ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ കതബ എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. 5 സുബ്ഹ്, ലൈൽ, അസ്ർ, മഗ്രിബ്. ഇവിടെ 3 നമസ്കാര സമയമാണ്. 1 ലൈല്, രാത്രി എന്നുള്ളതാണ്. അപ്പോൾ രാത്രി എന്ന് അർത്ഥം വരുന്ന ലൈലാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. ഇങ്ങനെ ഓരോ വർക്കുകളും കൃത്യമായി ശ്രദ്ധിച്ച് ആലോചിച്ച് നമ്മൾ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ അടിച്ച് ബൈക്കൺ പ്രസ് ചെയ്ത് എല്ലാവരും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.